നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ ഡ്രൈവർമാർക്കായി സൗജന്യ കണ്ണുപരിശോധനയും കണ്ണട വിതരണവും സംഘടിപ്പിച്ചു. മറ്റ് സഞ്ചാരകരെയും മറ്റ് റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെയും ജീവനാരോഗ്യമൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ പരിയാരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏഴാമത് എക്സിബിഷൻ ഗ്രീൻ പവർ എക്സ്പോ 2024 തുടക്കമായി. ശബരിമലയിലെ ഫോട്ടോഷൂട്ട് അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. ചാലക്കുടി റെസിഡന്റ് അസോസിയേഷൻ ക്രാക്ട് പരിധിയിലെ ഡ്രൈവർമാർക്കായി ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ്, ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട്, സൈറ്റ് സേവ ഇന്ത്യ, ചാലക്കുടി മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ കണ്ണുപരിശോധനയും കണ്ണട വിതരണവും നടത്തി. ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ മുഖ്യ അതിഥിയായിരുന്നു. ക്ലബ് അംഗങ്ങളായ P ശങ്കരൻകുട്ടി, സജിലേഷ് ബാലൻ, വിപിൻ വിജയൻ, അഡ്വക്കേറ്റ് സുനിലാൻ, ലൂവിസ് മേലെപ്പുറം, ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി കണ്ണടയും ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയ പദ്ധതിയും നടപ്പിലാക്കി. നല്ല രീതിയിൽ വാഹനം റോഡിൽ ഉപയോഗിച്ച് സുരക്ഷിതമായിട്ട് അവരുടെ കുടുംബങ്ങൾ തിരിച്ചെത്താനും റോഡിലെ മറ്റ് സഞ്ചാരകരെയും മറ്റ് റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെയും ജീവനാരോഗ്യമൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഈ ചാലക്കുടി നോട്ടറി ക്ലബ്ബ് റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇതിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. എൻ്റെ സർവീസ് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആശയവും ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാമും യഥാർത്ഥത്തിൽ പങ്കെടുക്കുന്നത്. ഇത് ഒരു മനുഷ്യൻ വാഹനം ഓടിക്കുമ്പോൾ അവൻ്റെ ബുദ്ധിനെ പോലെ തന്നെ അവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, അല്ലെ അവനെ ഏറ്റവും കൂടുതൽ അവൻ്റെ ഈ വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യം അവന്റെ കാഴ്ചയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ പരിയാരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, പ്രതിദിന കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാക്കുക, ക്ഷേമ പദ്ധതികൾ പ്രാബല്യത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KS രാധാകൃഷ്ണൻ, അല്ലി ഡേവിസ്, MC വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയെ തകർക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ, വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നലെയും ഇന്നുമായി പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ഇതേപോലെ പ്രതിഷേധ സമരം നടക്കുകയാണ്. നിദാനമായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂലി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇപ്പൊ കിട്ടുന്നത് 346 രൂപയാണ്. ആ 346 രൂപയിൽ നിന്ന് 600 രൂപയെങ്കിലാക്കി കൂലി വർദ്ധിപ്പിക്കണം. അനാവശ്യ പരിഷ്കാരങ്ങൾ, NNMS പോലുള്ള, ജിയോ ടാഗ് പോലുള്ള അനാവശ്യ പരിഷ്കാരങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് വലിയ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നാണ്. രാജ്യത്താകെ ആധാർ ലിങ്കുമായി ബന്ധപ്പെട്ട് 8 കോടി തൊഴിലാളികളുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവർ ഈ മേഖലയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു ഘട്ടമാണ്. അതുപോലെ തന്നെ സമയം 9 തൊട്ട് 4 വരെ ആക്കണം. ആദ്യത്തെ പോലെ തന്നെ ഒരു ആവശ്യം യൂണിയൻ വെക്കുകയാണ്. അതുപോലെ ക്ഷേമനിധി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വളരെ ശക്തമായിട്ടുള്ള സമരം ഈ യൂണിയൻ ഇവിടെ പരിയാരത്തിന്റെ കേന്ദ്രത്തിൽ ഇവിടെ സംഘടിപ്പിച്ചത്. 100 കണക്കിന് തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിശക്തമായ പോരാട്ടത്തിലേക്ക് ഈ യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളി അണിനിരത്തി. ചാലക്കുടി നഗരസഭ സംഘടിപ്പിച്ച കാർട്ടൂൺ ചിരിവര ആവേശമായി. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രൈമറി തലത്തിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്കാവശ്യമായി പരിശീലനം നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക,
എന്ന ഉദ്ദേശത്തോടെയാണ് ഇൻസൈറ്റ് എന്ന സർഗശേഷി വികസന ക്യാമ്പ് നഗരസഭ സംഘടിപ്പിച്ചത്. നഗരസഭ ചെയർമാൻ എ.ബി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എ.എം. ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു ക്ലാസ് നടത്തു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം. അനിൽകുമാർ, പ്രീതി ബാബു, ആനിപോൾ, കൗൺസിലർമാരായ ജിതി രാജൻ, ജിജി ജോൺസൺ, ജോർജ് തോമസ്, നിത പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രകാരൻ മന്നൂസ് കാർട്ടൂൺ ചിരിവരയ്ക്ക് നേതൃത്വം നൽകി. ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളിൽ ലഭിക്കുന്ന സപ്പോർട്ട് അത് ഗവൺമെന്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ താഴെത്തട്ടിൽ പഠിക്കുന്ന താഴെ തലങ്ങളിൽ സാമ്പത്തികമായി ഉയർന്ന സൗകര്യമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് പഠിക്കാൻ മാത്രം സാധിക്കുന്ന പല കാര്യങ്ങളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല കുടുംബങ്ങളിലെ കുട്ടികൾക്കും ലഭിക്കാതെ പോയത് കൊടുക്കണമെന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ചാലക്കുടി നഗരസഭയുടെ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ പദ്ധതി. ഈ പരിപാടി കൊണ്ടുവരുന്നതിന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ സർക്കാരിന് ചില നിബന്ധനകളുണ്ട്. ഒരു നഗരസഭ നടത്തുന്ന ഇത്തരത്തിലെ ആദ്യത്തെ പദ്ധതിയാണ് ഇത്. ചാലക്കുടി നഗരസഭ നിപ്മർ കലേറ്റിങ്ങര എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചാലക്കുടി നഗരസഭയുടെ കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിലെ പ്രൈമറി വിദ്യാർത്ഥികളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ് അടിസ്ഥാനത്തിൽ പഠനത്തിൽ പുറകിലായ കുട്ടികളെ കണ്ടെത്തി വിശദമായ അസസ്മെന്റ് പ്രക്രിയയിലൂടെ കുട്ടികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി വിദഗ്ധരുടെ സഹായത്തോടെ പരിഹാരബോധനം നൽകുന്ന രീതിയിലാണ് പ്രൊജക്ട് നടപ്പിലാക്കിയത്. ചാലക്കുടി നഗരസഭ ബഹുമാനപ്പെട്ട ജോർജ് തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബഹുമാന്യായ ജിജി ജോൺസണും വൈസ് ചെയർമാനായി ബഹുമാന്യായ ആലിഷ് ശിവമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന 2 പരിപാടികളാണ്. ഒന്ന് ഇൻസൈറ്റും മറ്റൊന്ന് നമ്മുടെ ഈ ഡിമിനിഷ്യയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പദ്ധതി. ഈ 2 പദ്ധതിയും തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിലെ നഗരസഭകളിൽ ഇന്ത്യയിലെ പുനരുൽപാദന ഊർജ ഇന്നോവേറ്റർമാരുടെയും നേതാക്കളുടെയും ആസ്വാദകരുടെയും കേരളത്തിലെ പ്രധാന സംഗമമായ റിന്യൂവബിൾ എനർജി എന്റർപ്രനേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷന്റെ 7ാമത് എക്സിബിഷൻ ഗ്രീൻ പവർ എക്സ്പോ 2024 തുടക്കമായി. കറുകുറ്റി അത്ലറ്റിക്സ് കൺവെൻഷൻ സെന്ററിൽ 3 ദിവസമായാണ് മേള നടക്കുന്നത്. ദിവസവും രാവിലെ 10 തുടങ്ങി രാത്രി 7 സമാപിക്കുന്നത്. എക്സിബിഷനിൽ സോളാർ, കാറ്റിൽ നിന്നുള്ള ഊർജം, ബയോ എനർജി തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും പുതിയ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്ന 250-ലകം പ്രദർശകർ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി സൂര്യഘർ യോജന, തൊഴിൽ മേള, യുവ ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, ചർച്ചകൾ, സാങ്കേതിക പ്രദർശനങ്ങൾ തുടങ്ങിയവ വിവിധ ദിവസങ്ങളിലായി നടക്കും. എക്സിബിഷൻ അലർട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നരേന്ദ്രനാഥ് വേലൂരി ഉദ്ഘാടനം ചെയ്തു. കൃപ പ്രസിഡന്റ് ജി ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വെള്ളിയാഴ്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ.ആർ. ജ്യോതിസും സമാപന സമ്മേളനം മന്ത്രി പി. രാജീവും ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ചെയർമാൻ ജോസ് കല്ലുകാരൻ, ഡോക്ടർ ജോർജ് പീറ്റർ പീറ്റാപ്പിള്ളിയിൽ, പ്രകാശ്, കീപ്ര സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. The registrations in PM Suryaghar or the number of EVs, we are the number 1 in the country with almost 13% growth rate in the EV purchase. So we are the only state which is not giving any incentives. So there are many states who are giving incentives in solar. There are many states who are giving incentives for EVs, but without that, so there is a strong growth rate in such technologies which are environment friendly. It is thanks to the educated public here in the state that makes such things. പീലാർമുഴിയിൽ ഒറ്റയാനിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രകാശൻ പുതിയടത്തിന്റെ പറമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആനയിറങ്ങി കൃഷി നശിപ്പിച്ചത്. കുലവന്ന 20 വാഴകൾ, 7 ചാതിമരങ്ങൾ, 10 കവുങ്ങുകൾ എന്നിവ ആന നശിപ്പിച്ചു. ആനശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേഖലയിൽ മൊത്തം ആന വന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ പറമ്പിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് മിഞ്ഞാന്നും ഇന്നലെയാണ് കണ്ടത്. അടുപ്പിച്ച് തന്നെ വന്നു. ഞാൻ
പിന്നെ ഞാൻ അവർ വെളുപ്പിനാണ് വന്ന് കളഞ്ഞത്. ഞാൻ എൻ്റെ വാഴയൊക്കെ പോയിന്ന് പറഞ്ഞ് ഒരു അടുത്ത അയൽക്കാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കി വാഴയൊക്കെ നശിപ്പിച്ചിട്ടൊക്കെയാണ്, ജാതി വാഴയൊക്കെ. അപ്പം ഇന്നലെ ഒരു 9 മണി രാത്രി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ കുറ്റിച്ചെറിയിൽ വന്ന് വീട്ടിൽ വന്ന സമയത്താണ് നമ്മുടെ റോട്ടിൽ കൂടെ പോയ ഒരു പയ്യൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ എന്തുകൊണ്ട് ഒടിച്ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ആനയായിരിക്കും എന്നുള്ളത് തന്നെ ടോർച്ച് എടുത്തിട്ട് ഒന്നും നോക്കാൻ പോയില്ല, ടോർച്ച് എടുത്തിട്ട് ഓടി വന്നു. കാരണം പൂവമ്പാഴ വെച്ചിട്ടൊക്കെ കൊലയായി മൂത്ത് വരുന്ന പരിവാണ്. എങ്ങനെയും ഓടിക്കാൻ തുരത്താന്നുള്ള രീതിയിൽ തന്നെ ഓടി വന്ന് ഒച്ചയെടുത്ത് ടോർച്ചൊക്കെ കറക്കി അടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ആന ഈ ലൈറ്റിൽ, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൽ ആന ഇങ്ങോട്ട് കടന്ന് പോണേ ഞാൻ കണ്ടു, ടോർച്ച് കൂടി അടിച്ചപ്പോൾ. അങ്ങനെ എൻ്റെ പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് ചെന്നപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമില്ലാണ്ടായി. കാരണം ആന അവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല, അവിടെ മരങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ തന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറെ രാധാകൃഷ്ണനെ വിളിച്ചു. രാധാകൃഷ്ണൻ നേരെ ഫോറസ്റ്റുകാരെ വിളിച്ചു. അവിടെ അയൽക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ അയൽക്കാരും പീലാരുമൊഴിയിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പാടെ വന്നിട്ട്, സാധാരണ ആന ഇറങ്ങിയെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ. എല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആനനെ ഇവിടെ പറമ്പിൽ കാണാനില്ല. അപ്പോഴേക്കും മടങ്കാർ മെമ്പറെ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞത്. മടങ്കാർ മെമ്പറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ചെന്നു. ആന അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മഠത്തിൻ്റെ പറമ്പിലാണ് ആന. അപ്പോൾ എല്ലാവരും കൂടി പോയി ആ മഠത്തിൻ്റെ പറമ്പിൽ ചെന്നിട്ട് ആനേനെ അവിടുന്ന് പതുക്കെ ലൈറ്റൊക്കെ അടിച്ച് കുണ്ട് പൊട്ടിച്ചും പിന്നാലെ പിന്തുടർന്ന് പോയി കഴിയുമ്പോൾ കാട്ടിലേക്ക് ആന കയറിപ്പോയി. കാട്ടിൽ കയറിപ്പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി വന്നത്. അപ്പോൾ ഒരു 11:30-12 മണി ആയിട്ടുണ്ട് വൈകിട്ട്. അങ്ങനെയാണ് ഇപ്പോൾ സംഭവം. ഇപ്പം ഇന്നും വളരെ ഭീതിയിലാണ് നമ്മൾ നിൽക്കണത്. ഇപ്പം ഈ സന്ധ്യയ്ക്ക് തുടങ്ങി ഇറങ്ങി എന്ന് പറയുമ്പോൾ ഒക്കെ ഇവിടെ ചുറ്റുവട്ടം വീടുകളുള്ളതാണ്. അപ്പം എന്താ സംഭവിക്കാമെന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വളരെ ഭീതിയിലാണ് ഞങ്ങൾ. അതിനൊരു പരിഹാരം കാണണം എന്നുള്ള പല പ്രാവശ്യങ്ങളായി ഞങ്ങൾ പറയണത്. പഞ്ചായത്ത് കൂടുമ്പോഴും ഫോറസ്റ്റുകാരോട് ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എല്ലാവരോടും ഞങ്ങൾ പറയാറുണ്ട്. പക്ഷെ എന്നിട്ടും അനുഭവം ഇത് തന്നെയാണ്. എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപമില്ലാണ്ട്. ഇനിയൊരു ഇടവേള.